ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പഴം വെച്ചിട്ടൊരു സ്നാക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക, അപ്പോഴാണ് സ്നാക്കിന് നല്ലൊരു രുചി കിട്ടുകയുള്ളൂ. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ നേന്ത്രപ്പഴവും ഞാനിതാ തൊലി കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരു സ്പൂണോ കയ്യിലോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അത് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു അരമുറി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ സീഡ് മാത്രം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ ശർക്കര ഒന്ന് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം നമുക്കിത് ഒരു വടയുടെ ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ നമുക്ക് ഒരു വടയുടെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ സ്കൂളൊക്കെ ഇട്ട് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് വീട്ടിൽ എപ്പോഴും ഉണ്ടാവണ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ചൂടാതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.